ഇത് ദൈവത്തിന്റെ മെഴുകുതിരിയുടെ ഒരാവശ്യമില്ല. ഇനിയിപ്പോ ആരെങ്കിലും ചോദിക്കും ദൈവം ഞാൻ സെമിനാരി പോയതാ കർത്താവേ അച്ഛന്മാര് കൊണ്ട്. അത് ശരിയാ. അപ്പൊ ഇത്രയും ഞാനിപ്പോ ആദ്യം പറഞ്ഞല്ലോ ആങ്കർ ആണ്, ആർട്ടിസ്റ്റ് ആണ്, ഡാൻസർ ആണ്, ഒപ്പം പള്ളിയിലച്ഛനും ആവാനും പോയിട്ടുണ്ടായിരുന്നു. എന്തായിരുന്നു അതിലേക്കുള്ള ഒരു യാത്ര? അതിലേക്കുള്ള യാത്ര കല്ലും മുള്ളും നിറഞ്ഞതായിരുന്നു. ആത്മീയതയുടെ പാതയിലേക്ക് എങ്ങനെ എത്തിപ്പെട്ടു? എങ്ങനെ അച്ചമ്പട്ടത്തിന് പോയി? അച്ചമ്പട്ടത്തിന് പോയത് അതൊരു വലിയ സ്റ്റോറിയാണ്. അത് ഞാൻ വെറുതെ ഇങ്ങനെ പറഞ്ഞ് ബോറടിപ്പിക്കണോ? ഷോട്ടേക്ക് വരാം. ചില ജീവിത സാഹചര്യങ്ങൾ കാരണം എനിക്കൊരു ഓഫനേജിൽ പോകേണ്ടി വന്നു. ബിക്കോസ് ഓഫനേജ് പോകുന്നത് എന്ന് പറയുന്നത് ഒരു മോശം കാര്യമായിട്ട് എനിക്ക് തോന്നുന്നില്ല. കാരണം ഞാനവിടെ ഭയങ്കര ലക്ഷറി ജീവിച്ചത്. സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ എല്ലാം ഉണ്ട്, നമുക്ക് ടി വി കാണാം, എല്ലാം അടിപൊളി. അവിടെ നിന്നെനിക്ക് പഠിക്കേണ്ടി വന്നു സാഹചര്യം, ബിക്കോസ് ഓഫ് ഫാമിലി. അത് വേറെ നമുക്കൊരു ബന്ധുക്കളുടെ ഒരു സപ്പോർട്ട് ഇല്ലാത്തത് കൊണ്ടാണ് നമ്മൾ അങ്ങനെ പോയത്. അല്ല, അച്ഛൻ്റെ അമ്മയുടെയും പ്രോബ്ലത്തിൽ പിന്നെ അച്ഛൻ്റെ അമ്മയുടെ സപ്പോർട്ട് നമുക്ക് എങ്ങനെ കിട്ടും? സോ അങ്ങനെ എനിക്കും സിസ്റ്ററിനും എനിക്കങ്ങനെ പോവേണ്ടി വന്നു. പിന്നെ അവിടെ നിന്ന് എനിക്ക് പഠിക്കാനായിട്ടുള്ള ആഗ്രഹം തോന്നി. പിന്നെ ഞാനൊരു സേഫ് സോൺ, പിന്നെ വീണ്ടും വീട്ടിലേക്ക് പോയിട്ടുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി എനിക്ക് ആ ഒരു ട്രാക്ക് എന്താണെങ്കിലും വിട്ടുപോകും. അപ്പം ഞാൻ കണ്ടെത്തി ഒരു ഐഡിയ. എനിക്ക് അച്ഛനാ വേണ്ടി എനിക്ക് ദൈവവിളി വന്നു എന്ന് ഞാനൊരു നാടകം ഇങ്ങോട്ട് ഇറക്കി. ഞാൻ പഠിച്ചു, തിരിച്ചു വന്നു. ഞാൻ 3 years അല്ലല്ല, അതെനിക്ക് +1 and +2 കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ആഗ്രഹം കൊണ്ടാണ് ഞാൻ അങ്ങോട്ടേക്ക് പോയത്. അതിനുശേഷം ഞാൻ സെൽഫായിട്ട് തന്നെ പഠിച്ചു. ഞാൻ ഗ്രാജുവേഷൻ ചെയ്തു, പിന്നെ ഡിപ്ലോമ ചെയ്തു, NID വരെ പോയി, 7ാമത്തെ റാങ്ക് വരെ കിട്ടി. 2023 ഓൾ ഇന്ത്യ ലെവൽ 7th റാങ്ക്. പക്ഷെ എനിക്ക് പഠിക്കാൻ പറ്റില്ല, കാരണം ഇറ്റ്സ് ക്വൈറ്റ് എക്സ്പെൻസീവ്. പിന്നെ എനിക്ക് പ്രോപ്പർട്ടിയും കാര്യങ്ങളൊന്നും ഇല്ല, ഈവൻ എനിക്ക് ലോൺ കിട്ടണമെന്നുണ്ടെങ്കിലും. പക്ഷെ എനിക്കങ്ങനെ അഡ്മിഷൻ എന്നെ വിളിച്ചുമില്ല കേട്ടോ, കാരണം 3rd റൗണ്ട് വരെ ഞാൻ എത്തി. പിന്നെ ഞാൻ മനസ്സിനെ അങ്ങോട്ടേക്ക് പാകപ്പെടുത്തി, കാരണം പഠിക്കലല്ല കാര്യം, ഞാനവിടെ എത്തിയോ, ഐ പ്രൂവ്ഡ്, അത് മതി. പിന്നെ ഇപ്പൊ അവിടെ പോയിരുന്നു വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ ഇവിടെ ഇരിക്കില്ലായിരുന്നല്ലോ. അതെ, എനിക്ക് NID ഞാൻ ഇന്റീരിയർ ഡിസൈനിങ്ങും ലൈഫ് സ്റ്റൈൽ ആക്സസറീസ് ഡിസൈനും ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നു. പക്ഷെ ഈ NID എന്നെ ചൂസ് ചെയ്തത് ഞാൻ കുറച്ചുകൂടിയിട്ട് എൻ്റെ ഇഷ്ടം ലൈഫ് സ്റ്റൈൽ ആൻഡ് ഫാഷൻ ഇൻഡസ്ട്രിയിലേക്കാണെന്ന് അവരെനിക്കൊന്ന് കാണിച്ചു തന്നു. അതിനൊരു എക്സാമിന്റെ ഒരു സഹായം വേണ്ടി വന്നു എൻ്റെ ഒരു ടേണിംഗ് പോയിന്റിൽ. അതായിരുന്നു ബ്രേക്ക് ത്രൂ. ആ ഒരു സമയത്ത് എനിക്ക് കുറച്ചൊരു സങ്കടം ഉണ്ടായിരുന്നു. ലൈക്ക് അത്രയും വലിയൊരു എക്സാം എഴുതി, ഇത്രയും 3 റൗണ്ട്, 3ാമത്തെ റൗണ്ടിൽ അഹമ്മദാബാദ് പോയി അവിടെ ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്ത് എൻ്റെ പ്രോജക്റ്റും കാര്യങ്ങളൊക്കെ സബ്മിറ്റ് ചെയ്ത് തിരിച്ച് പട്ടി ചന്തക്ക് പോയതുപോലെ തിരിച്ചു വന്നിട്ട് ആ ഒരു സമയം സ്വാഭാവികം, ഞാൻ മനുഷ്യനല്ലേ. കാരണം എനിക്ക് ആഗ്രഹങ്ങൾ ഉണ്ടായിരുന്നല്ലോ അന്ന്, എനിക്കിങ്ങനെ ആവണം, എനിക്ക് ലക്ഷങ്ങള് സാലറി വാങ്ങിക്കണം, അങ്ങനെയാണല്ലോ പൊതുവെ. ആ ഒരു ചീട്ട് കൊട്ടാരം തകർന്ന് അടിഞ്ഞു. പക്ഷേ ഇന്ന് ഞാൻ ആ ചീട്ട് കൊട്ടാരം പടുത്തുയർത്താത്തിൽ ഞാൻ അഭിമാനിക്കുന്നു. കാരണം ഒരിക്കലല്ലെങ്കിൽ നിങ്ങൾ എന്നെ കാണത്തില്ല, ഞാൻ അവിടെ ഇരുന്നിട്ട് കുത്തും വരെയൊക്കെ ആയിരിക്കും. അങ്ങനെ എൻ്റെ ജീവിതം ആ ഒരു വേറൊരു ടേണിംഗ് പോയിന്റിലേക്ക് ആയാണ്. എനിക്ക് ഇഷ്ടം അതാണ്. എനിക്ക് ലൈം ലൈറ്റ്, ഈവൻ ഉറങ്ങുമ്പോൾ പോലും എനിക്ക് ലൈം ലൈറ്റ് വേണം. നെവിന്റെ ഉറക്കം കണ്ടാൽ നിങ്ങൾ ഞെട്ടും, നെവിന്റെ കൂർക്കം വലി കണ്ടാൽ നിങ്ങൾ ഞെട്ടും, ഉറപ്പായിട്ടും ഞെട്ടും നിങ്ങൾ എൻ്റെ കൂർക്കം വലി കണ്ടാല്, കേട്ടാല്. സോറി, എന്തുവാ നിങ്ങളെല്ലാരും ചിരിക്കുന്നത്? കട്ട് കൊല കൊടുക്കല്ലേ. ഓക്കെ, അപ്പൊ ഇനി ഒരുപാട് ലൈം ലൈറ്റ് വരട്ടെ, എല്ലാ പറയുന്ന പോലെ എല്ലാ ആഗ്രഹങ്ങളും നടക്കട്ടെ അല്ലേ. പിന്നെ എനിക്ക് കുറെ പേർക്ക് താങ്ക്സ് പറയാനുണ്ട് കേട്ടോ. എനിക്ക് സെലിബ്രിറ്റീസ് ആണ് ഓഫ് കോഴ്സ്. പിന്നെ ഇത് കണ്ടോ, എൻ്റെ ഈ ഷൂവിലേക്ക് ഒന്ന് ഫോക്കസ് ചെയ്യുമോ നിങ്ങളെല്ലാവരും? ഓ മൈ ഗോഡ്, ഇതെനിക്ക് സുധീരേട്ടൻ തന്ന ഷൂ ആട്ടോ. എനിക്ക് പുള്ളിക്ക് ഓൾറെഡി ഒരാൾ ഗിഫ്റ്റ് കൊടുത്തതാണ്. പക്ഷെ അതെനിക്ക് ഗിഫ്റ്റ് തരുന്നുണ്ടെങ്കിൽ അതിൻ്റെ ഉള്ളൊരു വാല്യൂ
എനിക്ക് തരുന്ന ഒരു വാല്യൂ സപ്പോർട്ട് എന്ന് പറയുന്നത് എനിക്ക് അത്രയ്ക്കൊരു പറഞ്ഞറിയിക്കാൻ പറ്റാത്തൊരു സന്തോഷമുണ്ട്. 2 പിന്നെ എൻ്റെ പ്രിയ സുഹൃത്ത് അഭിഷേക് ജയദീപ്, പിന്നെ അപ്സര ചേച്ചി, നിഷാന ചേച്ചി, എന്താ ജാൻമണി, സിദ്ധാർത്ഥ, അങ്ങനെ അതായത് ഇന്ന പേരൊന്നും എടുത്തു പറയില്ല, എല്ലാവരും. അതായത് ഇപ്പം ഒരാൾ എനിക്ക് ഹെൽപ്പ് ചെയ്തു, ചിലപ്പോൾ ഒരു മെന്റലി ആയിരിക്കും ഒരു സപ്പോർട്ട് ചെയ്യുന്നുണ്ടാവും, മേ ബി ഇറ്റ്സ് നോട്ട് ഫിനാൻഷ്യലി, ഞാൻ അതല്ല പറയുന്നത്. ആ ഒരു 5 minutes അല്ലെങ്കിൽ 2 minutes അതെനിക്ക് വാല്യുബിൾ ആണ്. അത് എത്ര നേരം ഇപ്പൊ അഭിഷേക് എനിക്ക് 24/7 എൻ്റെ കൂടെ തന്നെ ഉണ്ട്. ഓഫ് കോഴ്സ് ഞങ്ങള് ജിൽ പടികളാണ്. പക്ഷെ അതിൽ നിന്ന് മാറിയിട്ട് കുറച്ചൊരു സമയം എനിക്ക് വേണ്ടി പേഴ്സണൽ ആയിട്ടുള്ള ഒരു സമയം തന്നിട്ടുണ്ടെങ്കിൽ ദാറ്റ്സ് വെരി വാല്യുബിൾ ഫോർ മീ. നമ്മൾ പറയൂലോ പണ്ടൊക്കെ, ഇപ്പൊ ഒരു ഫ്രണ്ട് ഇപ്പൊ ദിവസം വിളിക്കുന്ന ഒരു ഫ്രണ്ടിന് കൊടുക്കുന്ന അതേ ഒരു വാല്യൂ നമ്മളിപ്പോ ഒരു മാസത്തിൽ ഒരിക്കലും വിളിക്കുന്ന ഫ്രണ്ട് ഒരൊറ്റ ദിവസം വിളിച്ചിട്ട് ഒരു 2 മണിക്കൂർ അല്ലെങ്കിൽ 1 മണിക്കൂർ സംസാരിച്ചു കഴിഞ്ഞാൽ അതേ ഒരു വാല്യൂ നമുക്ക് നമ്മുടെ മനസ്സിൽ ഫീൽ ആവും, പറയുന്ന പോലെ അല്ലെ. അതെ അതെ അതെ. ഇപ്പം പലർക്കും ഓരോരോ തിരക്കുകൾ, നമ്മൾ അതെല്ലാം മനസ്സിലായി. എല്ലാവരും ഗുഡ് മോർണിംഗ്, ഗുഡ് നൈറ്റ്, ഫുഡിയോ, ഇന്നെന്താ കറി, അതൊന്നും ഇറ്റ്സ് നോട്ട് പോസിബിൾ. കാരണം ഒരു സെലിബ്രിറ്റി അവരുടെ ലൈഫിനെ പറ്റിയല്ല ഞാൻ പറയുന്നത്. വർക്കിനോട് കൂടുതൽ ഒരു ഫുൾ ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള ഒരാൾക്കും അങ്ങനെ ഗുഡ് മോർണിംഗ് ഗുഡ് നൈറ്റ് ചെയ്യാൻ വേണ്ടി പറ്റത്തില്ല. അല്ലെങ്കിൽ പിന്നെ ജീവിതം തന്നെ മൊബൈലും ചാർജറും പിന്നെ കുറച്ച് എന്താ പറയുക റീൽസൊക്കെ ആയിട്ട്, റീൽസ് ഞാൻ കുറ്റം പറയത്തില്ല, ബിക്കോസ് എനിക്ക് റീൽസ് ഭയങ്കര ഇഷ്ടമാണ്. അങ്ങനെ മാത്രം, അതായത് അതിലേക്ക് മാത്രം ഫോക്കസ് ചെയ്യുന്നവരാണെന്നുണ്ടെങ്കിൽ ഗുഡ് നൈറ്റും ഗുഡ് മോർണിംഗ് ഒക്കെ എനിക്ക് തരാൻ പറ്റുമായിരിക്കും. ഇതാ എല്ലാവരും എൻ്റെ മനസ്സിലാക്കിക്കോണം കേട്ടല്ലോ. ഗുഡ് മോർണിംഗ് കേട്ടോ. 2024 ഒരു ഗുഡ് മോർണിംഗ് അയച്ചിട്ട് ഞാൻ കുറച്ച് നാൾക്ക് മുന്നേ ഗുഡ് നൈറ്റ് കൊടുത്തത്. നോട്ട് പോയിന്റ്. അപ്പൊ അല്ല, നമ്മളിങ്ങനെ ഫ്രണ്ട്സൊക്കെ നമ്മളിങ്ങനെ വരുമ്പോഴത്തേക്ക് നമ്മളിങ്ങനെ താഴത്തേക്ക് അങ്ങനെയല്ല, നമ്മളിങ്ങനെ സ്ക്രോൾ ചെയ്ത് നമ്മൾ ഇതിനെ പറ്റില്ല, അവരിങ്ങനെ താഴത്തേക്ക് പോകുമല്ലോ. അത് ഒരു ദിവസം തന്നെ ഇവൻ ഒരു 3-4-5 പ്രാവശ്യം ഫുഡ് കഴിച്ചോ എന്ന് വെച്ചാൽ ഞാൻ അവന് ഓരോ പ്രാവശ്യം താഴത്തേക്കല്ല ഇറങ്ങി പോകുന്നത്. മനസ്സിലായോ? മെസ്സേജ് കൂടിക്കൊണ്ടിരിക്കല്ലേ. അതുകൊണ്ടാട്ടോ സോറി. 1 വർഷം കഴിഞ്ഞിട്ട് അടുത്ത റിപ്ലൈ തരാം. പക്ഷെ ഞാൻ ഒരു കാര്യം പറയട്ടെ, അവരാ ഒരു എഫേർട്ട് എടുത്തിട്ട് ആ ഒരു മെസ്സേജ് അയക്കുന്നത് സ്നേഹം കൊണ്ടല്ലേ. അതുകൊണ്ടല്ലേ ഞാൻ ആ റിപ്ലൈ കൊടുത്തത്. 1 വർഷം കഴിഞ്ഞിട്ടോ? 1 വർഷം കഴിഞ്ഞിട്ടല്ലേ ഞാൻ കണ്ടത്. സത്യം പറയാലോ, ഞാൻ ഇച്ചിരി പെശക കോണ്ടാക്ട് മെയിൻറ്റെയിൻ ചെയ്യണില്ല. പക്ഷെ ഞാൻ സംസാരിക്കുമ്പോഴത്തേക്ക് ഭയങ്കര ജിൽ സാധനമാണ്. ഞാൻ ഭയങ്കരമായിട്ട് ഇപ്പൊ 2 വർഷം കഴിഞ്ഞിട്ടാണ് എൻ്റെ അടുത്ത് സംസാരിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ഇപ്പം നമ്മളൊരു 2 വർഷമായിട്ട് നമ്മൾ ഒരുമിച്ച് ജീവിക്കുന്ന നമ്മൾ അങ്ങനത്തെ ഒരു സംസാരം നമ്മൾ സംസാരിക്കും. പക്ഷെ വിട്ടിട്ടുണ്ടെങ്കിൽ പിന്നെ ഒരു പൊടി പോലും കാണത്തില്ല. അതെന്റെ എല്ലാ ഫ്രണ്ട്സിനും അറിയാം. വിളിക്കുന്നില്ല, മിണ്ടുന്നില്ല, പറയുന്നില്ല. അത് ഞാൻ എങ്ങനെയാണ്? എനിക്ക് നിങ്ങളെ പോലെ പറ്റില്ല. പിന്നെ ചില ഫ്രണ്ട്സിനെ നമ്മൾക്ക് ജസ്റ്റ് ഒന്ന് ബ്ലോക്ക് ചെയ്തിട്ട് ഒരു കരച്ചിൽ നാടകമൊക്കെ കളിക്കേണ്ടി വരും. ഇറ്റ്സ് ഓക്കെ. നമുക്ക് അടുത്തൊരു സെഗ്മെന്റിലേക്ക് പോവാം. വാട്ട്സ് ഇൻ മൈ ബാഗ്. ഇവിടെ വാട്ട്സ് ഇൻ യുവർ ബാഗ്. വേണ്ട, എല്ലാവർക്കും കാണാൻ നല്ല ആഗ്രഹമുണ്ട്. ആർക്കാണ് ആഗ്രഹം? ഫാഷൻ കൊറിയോഗ്രാഫർ. സ്വാഭാവികമായിട്ടും ഇനി പോപ്പുലർ ആയി, ഫാൻസ് ആയി, വലിയ ലൈം ലൈറ്റിൽ നിൽക്കാൻ പോകുന്ന നമ്മൾ ആദ്യം പറഞ്ഞ പോലെ നമ്മള് ഫേക്ക് ഇറ്റിൽ യു മേക്ക് ഇറ്റ് ആണല്ലോ. അപ്പൊ എന്തായാലും നടക്കാൻ പോകുന്ന കാര്യമാണെന്ന് നെവിന് അത്രയും വിശ്വാസം ഉണ്ടല്ലോ. നമുക്ക് പോവാം. അപ്പം എനിക്ക് 2 ബാഗുണ്ട്. ഞാൻ പൊതുവെ ഇത്തരം പ്രഹസനങ്ങൾ ഞാൻ കൊണ്ടുവരാറില്ല. കാരണം ഇതിപ്പം ഇന്റർവ്യൂ ആയതുകൊണ്ട് നമ്മള് സെൽഫായിട്ടൊക്കെ ഒന്ന് ഗ്രൂം ചെയ്യുന്നതുകൊണ്ട് മാത്രം ഞാൻ ഇത് എടുത്തത്. ഓക്കെ, ഇത് മറ്റേ കോംബ് ചെയ്യുന്ന സാധനം. ഇതെന്റെ ഫ്രണ്ട് എനിക്ക് കൊളാബ് ചെയ്തതാണ്, പൈസ കൊടുത്ത് വാങ്ങിച്ചതല്ല. സാൻഡ്ര, ഷീസ് എ ആക്ട്രസ്. ഓക്കെ, സാൻഡ്ര ലാർവിൻ, സ്പോൺസർഡ് ബൈ സാൻഡ്ര ലാർവിൻ. എല്ലാം സമയത്ത് കേട്ടോ. പിന്നെ ഇത് എല്ലാം ഉണ്ടാക്കി കാണിക്കണം. ഇതെന്റെ ഫേവറേറ്റ് പെർഫ്യൂം, പോയം വേൾഡ് പെർഫ്യൂമാണ് എനിക്കിത്
തന്നത്. ഇത് പക്ഷെ ഞാൻ പൈസ കൊടുത്ത് വാങ്ങിച്ചതല്ല, അഭിഷേകിന് കൊളാബ് കിട്ടി, പക്ഷെ ഞാൻ എടുത്തുകൊണ്ട് വന്നു വിത്തൗട്ട് പെർമിഷൻ. പിന്നെ എൻ്റെ ഒരു പവർ ബാങ്ക് 20,000 mAh പറയണമല്ലോ. പിന്നെ ഒരു ഡാറ്റ കേബിൾ, പൂച്ച ഡാറ്റ കേബിൾ. ഇതൊക്കെ എന്താ ഇങ്ങനെ എന്തോ ഇത്? അതാ പൂച്ചയുടെ ഡാറ്റ കേബിൾ. ഓക്കെ. പിന്നെ ഇത് അങ്ങ് ദുബായിൽ നിന്ന് കൊണ്ടുവന്ന പേന, പക്ഷെ ഇത് ഞാൻ പൈസ കൊടുത്ത് വാങ്ങിച്ചതല്ല. ഒന്നും പൈസ കൊടുത്ത് വാങ്ങിച്ചിട്ടില്ലല്ലോ. ഇതെനിക്ക് അനില ചേച്ചി തന്നതാണ്. പക്ഷെ ഇവന്റെ പേരാണ് ശുപ്പാണ്ടി. കണ്ടോ, ഇതിങ്ങനെ നമുക്ക് എഴുതാൻ പറ്റും, പക്ഷെ എഴുതാനില്ലല്ലോ. എഴുതാൻ പറ്റും. നല്ല രസമില്ലേ? ക്യൂട്ടല്ലേ പേന? പക്ഷെ ഞാൻ ഉപയോഗിക്കാറില്ല, അതാണ് രസം. പിന്നെ ഒരു ഫ്രെയിം ഇല്ലാത്ത കണ്ണട. കാരണം ഇൻ കേസ് വല്ല ഇന്റർവ്യൂവിലൊക്കെ ഗ്ലെയർ അടിക്കുന്നു സാർ, കണ്ണട പറ്റുള്ളൂ എന്ന് പറയാന്നുണ്ടെങ്കിൽ ഞാൻ ഈ ഗ്ലാസ് ഇല്ലാത്ത കണ്ണട എടുത്ത് വെക്കും. അപ്പൊ എന്ത് ചെയ്യും? പശുവിന്റെ കടിയും മാറും, കാക്കയുടെ വിശപ്പും മാറും. അപ്പൊ കണ്ണട ഇല്ലാത്തൊരു ജീവിതം എനിക്ക് ചിന്തിക്കാൻ കൂടി പറ്റത്തില്ല. ഓക്കെ. അടുത്തത് എൻ്റെ അടുത്തൊരു പാവയുണ്ട്. കാരണം നമുക്ക് വർക്കൊന്നും ഇല്ലാതിരിക്കുന്ന സമയത്ത് ഇവനെ തന്നെ ഞാൻ ഡ്രസ്സ് ഉടുപ്പിക്കും, എന്നിട്ട് കഴുകിയിട്ടൊക്കെ ഇങ്ങനെ ഇവനെ തന്നെ സ്റ്റൈൽ. കാരണം വേറെ ആരും നമുക്ക് നിന്ന് തരത്തില്ലല്ലോ. ഇതാകുമ്പോഴത്തേക്ക് ഇഷ്ടമുള്ള പോലെയൊക്കെ ചെയ്യാം. ഊരാൻ പറ്റും, ഇതിൻ്റെ ഡ്രസ്സ് ഊരാൻ പറ്റും. ഓക്കെ. പിന്നെ ഇതെനിക്ക് മാച്ച് ആയിട്ടുള്ള 2 കോമ്പ്. ഇത് മാത്രമേ എൻ്റെ തലയിലേക്ക് യൂത്തുള്ളൂ. പക്ഷെ അത് ഡ്രൈ ആയിട്ടിരിക്കുന്ന സമയത്ത് ഞാൻ ചെയ്യാറില്ല. ബിക്കോസ് അത് പേടിച്ചേച്ചിനടുത്ത് പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്, ഡ്രൈ ഹെയറിൽ ചെയ്യാൻ പാടില്ല. ഓക്കെ, അതുകൊണ്ട് ഞാൻ നിർത്തി. പിന്നെ ഒരു ഭംഗിയില്ലാത്തൊരു ഷർട്ടുണ്ട്. അത് രസത്തിന് ഇപ്പം ആരെങ്കിലും ദേഷ്യം കൊണ്ടിട്ട് വല്ല ചായ വെള്ളമൊക്കെ ഒഴിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് വേണമല്ലോ, അതുകൊണ്ട് മാത്രം സേഫ്റ്റി. ഓക്കെ. പിന്നെ ഇതെൻ്റെ ഫേവറേറ്റ് കാർഡ് ഗെയിമാണ്. സ്വിറ്റ്സർലൻഡിലുള്ള എൻ്റെ ഫ്രണ്ട് വനൈസ് എനിക്ക് ഗിഫ്റ്റ് തന്നതാണ്. ഓസം. നമുക്ക് എന്ത് ചോദിച്ചാലും ഇതിന് കറക്റ്റ് ആൻസർ കിട്ടും. ഉദാഹരണം, എത്രയും പെട്ടെന്ന് എനിക്കൊരു 50,000 രൂപ കിട്ടുമോ? ഓക്കെ, മേബി ഞാനൊന്ന് ട്രൈ ചെയ്തോട്ടെ. ചെയ്തോ പ്ലീസ് ട്രൈ ചെയ്ത് പറയും. എന്നോട് പറയണം, അല്ലാണ്ട് കള്ളക്കളി പറ്റത്തില്ല. പറ, എന്താണ് ഉദ്ദേശിക്കുന്നത്? ഇത്ര ആലോചിക്കാൻ എന്തിരിക്കുന്നു? ഒരുപാട് കാര്യങ്ങളുണ്ട്. എന്തെങ്കിലും ഒരു കാര്യം കൊണ്ടൊക്കെ ആലോചിക്കാം. സിമ്പിൾ ആയിട്ടുള്ള എന്തെങ്കിലും മതി. പഴംപൊരി കിട്ടുമോ, വട 24 മണിക്കൂറിനുള്ളിൽ എനിക്ക് പഴംപൊരി കഴിക്കാൻ പറ്റുമോ, അങ്ങനെയൊക്കെ എന്ത് വേണമെങ്കിലും. അല്ലെങ്കിൽ ഇപ്പൊ ഉള്ള എന്റെ ബോയ് ഫ്രണ്ട് എന്നെ തേച്ചിട്ട് പോകുമോ, അതൊക്കെ അത് ഞാൻ ഇപ്പൊ തന്നെ എടുത്ത് കാണിച്ചിരുന്നു. അത് ഇപ്പൊ തന്നെ കാണിച്ചുതരാം. വെയിറ്റ്, ജസ്റ്റ് ലെറ്റ് ഇറ്റ് ബി. ഉറപ്പായിട്ടും 100% വിശ്വസിക്കണ്ട. അടുത്ത പറ. അതല്ലേ മനസ്സിൽ ഉദ്ദേശിച്ചത്? മെന്റലിസം പഠിക്കാൻ വേണ്ടി പോവാണ്. ശരി, സന്തോഷമായല്ലോ. പറഞ്ഞു. എനിക്ക് ഷാരൂഖ് ഖാനെ ഇന്റർവ്യൂ ചെയ്യാൻ പറ്റും. അത് ഇപ്പം കാർഡ് എടുക്കേണ്ട ഒരു ആവശ്യമില്ല, ഞാൻ തന്നെ പറയാം. ഇല്ല. ആഡിയോർ മസാല. ഓക്കെ, മനസ്സിലായല്ലോ. അതിട്ടിട്ടുണ്ടെങ്കിൽ മേബി ഷാരൂഖ് ഖാൻ. മസാല ഇടാൻ പറ്റത്തില്ല, സ്പൈസ് മാത്രമേ ഇടാൻ പറ്റത്തുള്ളൂ. അപ്പൊ ആഗ്രഹം അങ്ങോട്ടേക്ക് മാറ്റി വെച്ചേക്കും. സന്തോഷമായല്ലോ. ഇനി മേലെ എന്റെ അടുത്ത് ചോദിക്കണം. അടുത്തുണ്ട്. ഇതെന്റെ മോസ്റ്റ് ഫേവറേറ്റ് പെർഫ്യൂം, ഡോൾഷെ ആൻഡ് ഗബ്ബാന. ഇറ്റ്സ് ക്വൈറ്റ് എക്സ്പെൻസീവ് എന്നൊക്കെ എല്ലാവരും പറയും, പക്ഷെ ഞാൻ പൈസ കൊടുത്ത് വാങ്ങിച്ചതല്ല. ഗിഫ്റ്റ് ആണോ? അതെ, ഇതെനിക്ക് ഡോക്ടർ റിജോ മംഗലശ്ശേരി എനിക്ക് ഗിഫ്റ്റ് തന്നതാണ്. ഇതിന്റെ സ്മെല്ല് അടിപൊളിയാണ്. എനിക്ക് പെർഫ്യൂം കളക്ഷന്റെ പ്രാന്ത് വന്നത് നമ്മുടെ ആങ്കർ ജീവൻ ചേട്ടന്റെ വൈഫ് ഉണ്ടല്ലോ, അപർണ. എങ്ങനെയാണെന്നറിയാമോ പെർഫ്യൂം? ഞാൻ കാണിച്ചുതരാം. This is such a very beautiful fragrance, you know. This is Dolce & Gabbana. പക്ഷേ ഞാൻ അടിക്കില്ല. പക്ഷെ ഇത് അടിപൊളി പെർഫ്യൂമാണ്. പക്ഷെ എനിക്കിങ്ങനെ കണ്ടുകൊണ്ടിരിക്കണം. എന്നിട്ട് നമ്മളെ കൊതിപ്പിക്കാൻ വേണ്ടിട്ട് ഷനേൽ. നമ്മളിത് കണ്ടിട്ട് ഇങ്ങനെ ആക്രാന്തം പിടിച്ചിട്ട് ചേട്ടാ
ഷെനലിന് എത്രയാണ്? ജസ്റ്റ് 8,500 പ്ലസ് GST. അത് മോദിജിക്ക് കൊടുക്കണമല്ലോ, ഐ മീൻ ഗവൺമെന്റിന് കൊടുക്കണമല്ലോ. അപ്പം ഞാൻ എന്ത് ചെയ്യും? എക്സ്ക്യൂസ് മീ, ആ ഷെനൽ എടുക്കൂ, ഇവിടെ 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 ഇവിടെ. എന്തിന് അല്ലേ? നമ്മൾ എന്തിനാ 8,000 കൊടുക്കേണ്ട ആവശ്യം? പ്രാഡോ, ഷെനൽ, പിന്നെ CH, ഇതൊക്കെ ഞാൻ യൂസ് ചെയ്യും. പക്ഷേ 10 പൈസ ഞാൻ കൊടുക്കത്തില്ല. നമ്മൾ കസ്റ്റമേഴ്സിന് എക്സ്പെരിമെന്റ് ചെയ്യണ്ടേ? യാ അല്ല പിന്നെ ഇതെന്റെ മേക്കപ്പ് ബാഗ്. ഇത് മേക്കപ്പ് ബാഗ് മീൻസ് എസെൻഷ്യൽസ്, പ്രത്യേകിച്ച് ഒന്നുമില്ല. ഇതാ ഞാൻ തുറന്ന് കാണിച്ചു തരാം. ഓക്കെ, ഇനി അതൊക്കെ കുനുകുന സാധനങ്ങൾ, അതൊന്നും പ്ലീസ് എൻ്റെ അടുത്ത് ചോദിക്കല്ലേ. ഞാൻ അടുത്ത ബാഗും കൂടിയിട്ടുണ്ട്. ഇത് വെറും പ്രഹസന ബാഗ്, ഇതൊന്നും ഞാൻ എപ്പോഴും കൊണ്ടു നടക്കാറില്ല. ഓക്കെ, എന്നെ പൊങ്കാലിടാൻ വരരുത്. ഇതാണ് എൻ്റെ സ്ഥിരം കൊണ്ടു നടക്കുന്ന ബാഗ്. ഞാൻ പ്രതീക്ഷിക്കുന്നുണ്ട് നിങ്ങൾ എന്തായിരിക്കും അടിച്ച് കത്തി എഴുതാൻ വേണ്ടി പോകുന്നത്. ബട്ട് ഇറ്റ്സ് ഓക്കെ, ഇതില്ലാണ്ട് ജീവിക്കാൻ പറ്റില്ല. ഇത് ഡിയോറിൻ്റെ ഒരു ഗ്ലാസ് സ്പെക്ക്. പിന്നെ ഇത് ചായ് 18. അത് ലിപ് ഷെയ്ഡ് എന്ന് പറയുന്നത് നമുക്ക് ചായയാണ് എനിക്ക് ഇഷ്ടം. കുടിക്കാനും ചായ തന്നെയാണ് എനിക്കിഷ്ടം. പിന്നെ ഒരു ലാക്മേയുടെ ഒരു ഇത്, പിന്നെ ഒരു തീർന്നൊരു ലിപ് ഗ്ലോസ്. ഇത് ആരും എനിക്ക് വാങ്ങിച്ചു തരാനിട്ടില്ല. ആരെങ്കിലും താല്പര്യം ഉണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് DM ചെയ്യും കേട്ടോ. നല്ലൊരു സെഗ്മെന്റ് ആയിരുന്നു. നെവിൻ, താങ്ക് യു ഫോർ കമ്മിങ് ഹിയർ. വളരെ നന്നായിരുന്നു നെവിനെ പരിചയപ്പെടാൻ കഴിഞ്ഞതിൽ. നല്ലൊരു സെക്ഷൻ ആയിരുന്നു. താങ്ക് യു സോ മച്ച്.